ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വേദയുടെ ചേട്ടൻ ശ്രീനെ കാണാൻ വേണ്ടിയിട്ട് വിക്രം അവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിനെ കാണുമ്പോൾ തന്നെ ശ്രീനാഥ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം കേട്ട് വിക്രം മിണ്ടാതെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വിക്രം പറയും, നീ എൻ്റെ ചേട്ടനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. പക്ഷേ നീ എന്തിനാടാ ആ ദ്രോഹം ആ ചേട്ടനോട് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, നിന്നോടുള്ള ദേഷ്യത്തിനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എൻ്റെ പെങ്ങളെ തിരിച്ച് നീ താ, എന്നാൽ നിന്നോടുള്ള എല്ലാ ദേഷ്യങ്ങളും മാറും. എൻ്റെ പെങ്ങൾ നിൻ്റെ കൂടെ ജീവിക്കുന്നിടത്തോളം കാലം നിന്നെയും നിൻ്റെ കുടുംബത്തിനെയും സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രത്തിനോട് ശ്രീനാഥ് പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയാണ്, നീ കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാടാ, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. എൻ്റെ ചേട്ടൻ നിരപരാധിയാണെന്ന് തെളിയിച്ച് ഞാൻ നിൻ്റെ മുന്നിലൊരു വരവ് വരുന്നുണ്ട്. അപ്പം ഞാൻ നിന്നെ വച്ചേക്കില്ല. ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ നിന്നോട് പ്രതികരിക്കുക എന്നൊക്കെ നമ്മുടെ വിക്രം പറയുകയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിനെ ഉന്തും തള്ളുമൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ വേദയുടെ ചേട്ടൻ. അപ്പോൾ പിന്നെ അടിപിടിയൊക്കെ ആവും. അപ്പോഴേക്കും വീട്ടിലെ മുത്തശ്ശി അമ്മയും അനിയത്തിയൊക്കെ വന്ന് തടുത്ത് അവർ മാറി നിൽക്കാനൊക്കെ പറയുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വിക്രം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ വക്കീൽ ദർശനെ കാണാനുണ്ട്. ദർശൻ പറയുന്നുണ്ട്, നിൻ്റെ ഈ വരവ് കൊണ്ട് നിൻ്റെ ചേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റാത്ത വിധത്തിലായി പോവാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം വിക്രം എന്ന് നമ്മുടെ ദർശൻ പറയുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ വേദേനെ എങ്ങനെ പുറത്താക്കാമെന്ന് നമ്മുടെ നന്ദിനി എല്ലാവരുമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഓരോരോ കുശുമ്പ് നിറച്ച് കൊടുക്കുകയാണ്. വേദേനെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ നമ്മുടെ നന്ദിനിക്കുള്ളത്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ പറയുമ്പോഴും ആരും അത് മൈൻഡ് ആക്കണമൊന്നും ചെയ്യുന്നില്ല. ശ്രീജേടത്തിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ എങ്ങനെയെങ്കിലും വിശ്വത്തിനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള തെളിവുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിട്ട് വേദ നേരെ ദർശൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ദർശൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ കേസ് നിന്നോടെ കൊണ്ട് വാദിപ്പിക്കാനല്ല, എനിക്ക് നിൻ്റെ സഹായം ആവശ്യമാണെന്ന് പറയാണ്. അപ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട്, എന്താ വേദ, എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഞാൻ വീണ്ടും വക്കീൽ കുപ്പായം എടുത്തിടാൻ തീരുമാനിച്ചു. ഞാൻ തന്നെയാണ് വിശ്വേട്ടൻ്റെ ഈ കേസ് വാദിക്കാൻ പോകണമെന്നൊക്കെ പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ ദർശന് ഭയങ്കര സന്തോഷമാവും. അവനും ആഗ്രഹിച്ചിട്ടുണ്ട് വേദ വക്കീൽ വേഷത്തിൽ വരണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വേദ വക്കീൽ വേഷത്തിൽ എത്താൻ പോവുകയാണ്. നമ്മുടെ വിശ്വത്തിൻ്റെ സത്യസന്ധത നമ്മുടെ വേദയായിട്ട് അതിന് തെളിയിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.